പൊതുവിദ്യാലയങ്ങളിൽ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ ആവശ്യമായ കൂടിയാലോചന ഉണ്ടായില്ല എന്നതാണ് സുംബ വിവാദത്തിലുള്ള ആക്ഷേപം. അഭിപ്രായത്തെ അസഹിഷ്ണുതയോടെ കാണുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അബ്ദുൽ ലത്തീഫ് മദനി പറഞ്ഞു. 2-ാം തീയതി അവർ മെയിൽ അയച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് കയ്യിൽ കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിയത് 3-ാം തീയതിയാണ്. വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ്. ആ നോട്ടീസ് കിട്ടി അദ്ദേഹം രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. ക്ലാസ്സിൽ പോയി ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു പീരീഡ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് വീണ്ടും ഹെഡ് മാസ്റ്റർ മാനേജറുടെ സസ്പെൻഷൻ ഒപ്പിട്ട് സസ്പെൻഷൻ ഓർഡർ കൊടുക്കുകയാണ്. ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ, ഒരു 45 മിനിറ്റ് വ്യത്യാസത്തിൽ. ഇത് നീതിരഹിതമാണ്, അനീതിയാണ്. ഷബീർ ഉമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, ഈ അധ്യാപകനെതിരെയുള്ള സസ്പെൻഷൻ നടപടിയെ വിസ്ഡം എങ്ങനെയാണ് കാണുന്നത്? ഈ അബ്ദുൽ ലത്തീഫ് മദനിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അധ്യാപകനെതിരായ നടപടിക്കെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. TK അഷ്റഫിനെതിരായ നടപടി ഏകപക്ഷീയമായിരുന്നു, അത് നീതിരഹിതമാണ്, നീതി കാണിച്ചിട്ടില്ല എന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആക്ഷേപം. വിസ്ഡത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PN അബ്ദുൽ ലത്തീഫ് മദനിയാണ് ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് TK അഷ്റഫിനോട് വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണത്തിൽ അല്ലെങ്കിൽ ക്ഷമിക്കണം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത് 3 ദിവസത്തിനകം തൃപ്തികരമായ വിശദീകരണം നൽകണം, ഇല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. എന്നാൽ ഈ കാരണം കാണിക്കൽ നോട്ടീസ് TK അഷ്റഫ് കൈപ്പറ്റി ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം സ്കൂളിലെത്തി ഒരു പീരീഡ് ക്ലാസ് എടുത്തു. ഇതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ സസ്പെൻഷൻ ഉത്തരവ് കൂടി നൽകി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായ നീതി നിർവഹണം ഉണ്ടായില്ല. ഏകപക്ഷീയമായ നടപടി, വൈരാഗ്യ ബുദ്ധിയോടുള്ള നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലാണ് തങ്ങൾക്ക് ആക്ഷേപം. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അറിയിക്കുന്നത്. അതിൽ അവർ എടുത്തു പറയുന്നത്, ഇതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വടകരയിലെ കാസ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചതിൽ ഒരു അധ്യാപകൻ ഉൾപ്പെട്ടിരുന്നു. ഈ അധ്യാപകനെതിരെ ഇതുവരേക്കും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിലനിൽക്കെ TK അഷ്റഫിനെതിരെ മാത്രം ഏകപക്ഷീയമായ നടപടി ഉണ്ടായി എന്നാണ് ഈ ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട് സാധ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, തങ്ങൾ ഈ വിഷയത്തിൽ സൂംബ ഡാൻസ് വിഷയത്തിൽ TK അഷ്റഫ് ഉൾപ്പെടെ തങ്ങൾ ഇതിന്റെ നിലപാട് അഭിപ്രായം തുറന്നു പറഞ്ഞതിൽ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശിച്ചവരോട് അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ ഉന്നയിച്ചവരോട് പരിഭവമില്ല, സ്വാഭാവികമാണ്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ആ നിലയ്ക്ക് കാണാൻ കഴിയില്ല. അസഹിഷ്ണുതയോടുള്ള നടപടിയായിട്ടാണ് കാണാൻ കഴിയുകയുള്ളൂ. അതിനെതിരെ തുടർ നടപടികൾ, നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് വിസ്ഡത്തിന്റെ തീരുമാനം.